നമസ്കാരം. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജ് ഒറ്റപ്പെടുമ്പോൾ മകനെ പിന്തുണച്ച് അമ്മ മല്ലിക സുകുമാരൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അവർ രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ചർച്ചയിലും മല്ലിക സുകുമാരൻ പങ്കാളിയായി. പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ടാണ് മല്ലിക രംഗത്ത് വന്നത്. പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ലെന്ന് അവർ ആവർത്തിച്ചു. ചതിച്ചെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ലാലിന് നേരത്തെ പ്രതികരിക്കാമായിരുന്നു. വിവാദങ്ങൾക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നതായും ഒരു വിഭാഗത്തിന്റെയും ചട്ടുകമാകാൻ പൃഥ്വിരാജിനെ കിട്ടില്ലെന്നും മല്ലിക സുകുമാരൻ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചു. എൻ്റെ മകൻ ചതിച്ചു എന്ന് മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടു. അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതിന് ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. അത് എല്ലാവർക്കും അറിയാം, ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം. മോഹൻലാലിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ സമ്മതിച്ചതാണോ എന്ന് എനിക്കറിയില്ല. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന്. ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതല്പം നേരത്തെ ആവാമായിരുന്നു എന്നൊരു വിഷമമുണ്ട്. ആരുടെയും മുന്നിൽ ഒരു അടിമയായി നിന്നുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഒരു ജോലി സ്ഥലത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. പൃഥ്വിരാജിന് ഈ സിനിമയിൽ കൂടെ നടക്കുന്ന കമ്പനി ഇല്ലാത്ത ഒരാളാണ്. സിനിമയിലുള്ളവരും പലതരത്തിൽ അവനെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാമോ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. പൃഥ്വിരാജ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിച്ച് നടക്കുന്ന ആളല്ല, നടക്കത്തുമില്ല. പൃഥ്വിരാജ് നല്ലത് കണ്ടാൽ നല്ലത് പറയും, അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, ശരി കണ്ടാൽ ശരിയെന്ന് പറയും. അത് ഞാനും പറയുമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മലയാളത്തിലെ സിനിമാ സംഘടനകൾ പ്രതികരിക്കാതിരുന്നപ്പോഴാണെന്നും മല്ലിക പറഞ്ഞു. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെ മല്ലിക സുകുമാരൻ രംഗത്ത് വരികയായിരുന്നു. മോഹൻലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ മല്ലിക കുറിച്ചത്. മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുള്ളത് കള്ളപ്രചാരണമാണെന്നും മല്ലിക വ്യക്തമാക്കിയിരുന്നു. മല്ലികയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇതൊരു അമ്മയുടെ വേദനയാണ്. അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം വിളക്കിയിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്നും മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ്. കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം. എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ തിരക്കിലാണമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട. അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല. പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എൻ്റെ മകൻ എന്ത് പിഴച്ചു? ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPMലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ടെന്നും മല്ലിക സുകുമാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.